തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന കേസിൽ കുഞ്ഞിന്റെ അസ്ഥി കണ്ടെത്തി. പ്രതി അനീഷയുടെ വീട്ടിലെ പരിശോധനയിലാണ് അസ്ഥി കിട്ടിയത്. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. നടരാജ് പരശുറാം ചേരുന്നു വിവരവുമായി. നടരാജ്, എന്താണ് പരിശോധിക്കുന്നത്? അഹിംസ അല്പസമയം മുമ്പാണ് പരിശോധന പൂർത്തിയായത്. നമ്മളോടൊപ്പം അല്പസമയം മുമ്പ് ചാലക്കുടി DYSP വിജയകുമാർ സംസാരിക്കുകയും ചെയ്തു. കുട്ടിയുടെ ശരീരഭാഗത്തിന്റെ അസ്ഥികൾ ഇതിൽ നിന്നും കണ്ടെടുത്തുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇതിന്റെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിന് DNA പരിശോധന ഉൾപ്പെടെയുള്ളവയിലേക്ക് കടക്കുന്നുണ്ട്. അതിനുള്ള സാമ്പിൾ ശേഖരണമായും ഇതിനെ കണക്കാക്കാമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. എന്തായാലും അനീഷ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. 2021 നവംബർ 6 തനിക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചെന്നും കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം വീട്ടിൽ 2 സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടുവെന്നും അനീഷ നൽകിയിരുന്നു. ആദ്യം കുഴിച്ചിട്ട സ്ഥലം അയൽവാസികൾ കണ്ടുവെന്ന് സംശയം തോന്നിയതിനെ തുടർന്നാണ് സ്ഥലം മാറ്റി വീണ്ടും കുഴിച്ചിട്ടതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ സ്ഥലങ്ങളിലാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും കുട്ടിയുടെ അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധന നടത്തും. കൂടാതെ ഉച്ചയ്ക്ക് ശേഷം ഈ കേസിലെ പ്രതി ഭവിന്റെ വീട്ടിലും പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഭവിന്റെ വീട്ടിലാണ് രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. ഈ 2 കുട്ടികളുടെ അസ്ഥികളാണ് കഴിഞ്ഞ ദിവസം ഭവിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. എന്തായാലും കേസിൽ യൂട്യൂബ് നോക്കിയാണ് താൻ പ്രസവം അറിഞ്ഞത് എന്ന തരത്തിലുള്ള മൊഴിയൊക്കെ തന്നെ അനീഷ നൽകിയിട്ടുണ്ട്. താൻ ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ആ കോഴ്സ് പഠിച്ചതും തനിക്ക് സഹായകമായി എന്ന മൊഴിയും അനീഷ നൽകിയിട്ടുണ്ട്. മൊഴി പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ശരി.